അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കും ചോദ്യങ്ങൾക്കും വിരാമമിട്ട് സിനിമാ ലോകത്തു നിന്നുമുള്ള ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. മലയാളികളുടെ സ്വന്തം ലാലേട്ടന്റെ മകൻ പ്രണവ് മോഹൻലാൽ നായകനായി രംഗപ്രവേശം ചെയ്യുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ത്രില്ലറിലൂടെ. മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ 2012 സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം നടത്തുകയും തുടർ വിജയങ്ങൾ സമ്മാനിക്കുകയും ചെയ്തപ്പോൾ മുതൽ ഉയർന്നതാണ് പ്രണവിന്റെ നായകനായുള്ള അരങ്ങേറ്റം എന്നാണെന്ന ചോദ്യം. 2001 ഒന്നാമൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രണവ് മേജർ രവി സംവിധാനം ചെയ്ത പുനർജനിയിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിയിരുന്നു. ഇതും നേരത്തെ ഉയർന്ന ചോദ്യത്തിന് ശക്തി കൂട്ടി. ഇടയ്ക്ക് സാഗർ ഇലിയസ് ജാക്കി എന്ന ചിത്രത്തിൽ നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു ഷോട്ടിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രണവിന്റെ വരവ് ഉടനുണ്ടാവുമെന്ന് ഏവരും പ്രതീക്ഷിച്ചു. പക്ഷേ യാത്രകൾ ചെയ്യാനും അതിലൂടെ അറിവ് സമ്പാദിക്കാനുമായിരുന്നു പ്രണവിന് താല്പര്യം. എന്നാൽ അധികം വൈകാതെ തന്നെ പ്രണവ് സിനിമയിലേക്കുള്ള തന്റെ വരവറിയിച്ചു. എന്നാൽ അത് ക്യാമറയ്ക്ക് മുന്നിലായിരുന്നില്ല, മറിച്ച് പിന്നിലായിരുന്നെന്ന് മാത്രം. മലയാളത്തിലെ ഹിറ്റ് മേക്കർ ജിത്തു ജോസഫിന്റെ ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ സംവിധാന സഹായിയായിട്ടായിരുന്നു ആ വരവ്. പ്രണവിന്റെ അഭിനയം എന്നാണ് കാണാൻ സാധിക്കുക എന്ന ചോദ്യം അപ്പോഴും ഉയർന്നു. അതിനെല്ലാമാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത്. ഇതിനിടയിൽ ജയറാമിന്റെ മകനായ കാളിദാസും സുരേഷ് ഗോപിയുടെ മകനായ ഗോകുലും മലയാളത്തിലേക്കുള്ള വരവറിയിച്ചു കഴിഞ്ഞു. താരപുത്രന്മാരെന്നതിലുപരി ദുൽഖറിന്റെയും പ്രണവിന്റെയും അരങ്ങേറ്റം ത്രില്ലർ സ്വഭാവമുള്ള ചിത്രങ്ങളിലൂടെയാണെന്ന കാര്യം ഏറെ ശ്രദ്ധേയമാണ്. മലയാളവും കടന്ന് തെന്നിന്ത്യയിലെ മറ്റു ഭാഷകളിലും ദുൽഖർ ശ്രദ്ധേയനായ അവസരത്തിലാണ് പ്രണവിന്റെ വരവെന്നതും എടുത്തു പറയേണ്ടതാണ്.